ഏറ്റവും നിസ്സഹായരും അദൃശ്യരാക്കപ്പെട്ടവരുമായിട്ടുള്ള മനുഷ്യരെ കണ്ടെത്തുക എന്നത് തന്നെ ദുഷ്കരമായിരുന്നു. അത് ജനപങ്കാളിത്തത്തിലൂടെ കണ്ടെത്തി. തദ്ദേശ സ്ഥാപന തലത്തിൽ വിവരശേഖരണം നടത്തി. പിന്നെ ഫോക്കസ് ഗ്രൂപ്പുകളിലൂടെ ആ വിവരശേഖരണത്തെ സ്ട്രീംലൈൻ ചെയ്തു. അതിനുശേഷം വാർഡ് തല സമിതികൾ ശുപാർശ ചെയ്ത പട്ടിക, ആ വാർഡ് തല സമിതികൾ ശുപാർശ ചെയ്ത പട്ടിക ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് ഗ്രാമസഭകൾ അംഗീകരിച്ചു. അത് ഒടുവിൽ ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും ഭരണസമിതി അംഗീകരിച്ചു. ഇതിനേക്കാൾ സൂക്ഷ്മമായും പങ്കാളിത്തത്തോടെയും ഒരു പദ്ധതി നടപ്പാക്കാനാവില്ല. കില 4 ലക്ഷം പേരെയാണ് ഇതിനു വേണ്ടിയിട്ട് പരിശീലിപ്പിച്ച് രംഗത്തിറക്കിയത്. വിശദമായിട്ടുള്ള കൈപ്പുസ്തകം, വിശദമായ മാർഗരേഖ, അങ്ങേയറ്റം ശാസ്ത്രീയമായിട്ടാണ് തുടക്കം മുതലുള്ള എല്ലാ ഇക്കാര്യത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടുള്ളത്. അതിനെല്ലാം ശേഷം മൈക്രോ പ്ലാനുകൾ ആവിഷ്കരിച്ചു. 64,006 മൈക്രോ പ്ലാൻ. ഒരു മൈക്രോ പ്ലാൻ അപ്രോച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. നമ്മൾ സംസ്ഥാനത്തിൻ്റെ പ്ലാന്, രാജ്യത്തിൻ്റെ പ്ലാൻ, പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഓരോ കുടുംബത്തിനും പ്രത്യേകം പ്ലാൻ, അവരുടെ ആവശ്യങ്ങൾ, അവർക്ക് അതിദാരിദ്ര്യത്തിനിടയാക്കിയ കാരണങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ എന്നത് ആദ്യമായിട്ടായിരുന്നു. അത് കഴിഞ്ഞ 4 വർഷം കൊണ്ട് കുറ്റമറ്റ നിലയിൽ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ സംവിധാനവും എല്ലാ വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് അത് നടപ്പാക്കി. അതിലൂടെയാണ് ഈ 64,006 കുടുംബങ്ങളിൽ മരിച്ചുപോയവരൊഴികെയുള്ള എല്ലാവരെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ഈ പദ്ധതി അത്രത്തോളം 100% വിജയമാണ് എന്നത് കണ്ടതുകൊണ്ടാണോ ചിലർ ഇപ്പോൾ ക്രെഡിറ്റിന് വേണ്ടി അവകാശവാദവുമായി വരുന്നുണ്ട്, ചിലർ വിദഗ്ധർ രംഗത്ത് വരുന്നുണ്ട്, ഈ മാനദണ്ഡമൊക്കെ എങ്ങനെ വന്നു, ഈ പ്രക്രിയ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട്? നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ചിലർക്കിത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചു തുപ്പാനും വയ്യ എന്ന സ്ഥിതിയാണ്. ആകെ കൺഫ്യൂഷനാണ് പ്രതിപക്ഷത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ BJP പറയുന്നു ഇതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ്. അപ്പോൾ അതിദാരിദ്ര്യമുക്തമായി എന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. ക്രെഡിറ്റ് അവർക്കാണെന്നാണ്. അപ്പോൾ അതിന് ഞാൻ അവരോട് ഇന്നലെ മുതൽ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ക്രെഡിറ്റ് എടുക്കാൻ കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഭരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഇങ്ങനെ അതിദാരിദ്ര്യമുക്തമാക്കിയിട്ട് ക്രെഡിറ്റ് എടുക്കുന്നതാണല്ലോ ഹീറോയിസം. അതിന് പകരം ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഇന്ത്യയുടെ ഒരു സംസ്ഥാനം ഇത് കൈവരിക്കുമ്പോൾ അതിൻ്റെ ആൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞു വരുന്നതിനേക്കാൾ നല്ലത് അവർക്ക് അവരധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചെയ്യാം. പിന്നെ ഇന്ത്യ കഴിഞ്ഞ 12 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നതാരാ? മോഡി ഗവൺമെൻറ് അല്ലേ, BJP ഗവൺമെൻറ് അല്ലേ? അപ്പോൾ അവർക്ക് അത് രാജ്യത്തെ മുഴുവൻ അങ്ങനെ ആക്കിക്കൂടെ? അതിന് പകരം പതുങ്ങിയിരിക്കുകയാണ്. ഒരു സ്ഥലത്തൊരു നേട്ടമുണ്ടായി എന്ന് കണ്ടപ്പോൾ അതിൽ ചാടി വീഴുകയാണ്, ഇത് ഞങ്ങളാണ് എന്നും പറഞ്ഞിട്ട്. അതെന്തൊരു പരിഹാസ്യമാണ്. പിന്നെ BJP ആയതുകൊണ്ട് ഇത്തരം പരിഹാസ്യമായ അവകാശവാദങ്ങൾക്ക് കുപ്രസിദ്ധരാണ് അവർ. അത് നമുക്ക് തിരിച്ചു തള്ളാം. പിന്നെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഘം വിദഗ്ധർ, അതിൽ കുറേ പേര് യഥാർത്ഥത്തിൽ വിദഗ്ധരാണ് കേട്ടോ, എനിക്ക് അവരോട് ബഹുമാനമേ ഉള്ളൂ. ഡോക്ടർ KP കണ്ണനും അതുപോലെ RVG മേനോൻ സാറും അതുപോലെ ഡോക്ടർ MA ഉമ്മൻ സാറും ഒക്കെ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ്. പക്ഷേ ആ വിദഗ്ധരുടെ മറപറ്റി നിന്നുകൊണ്ട് കുറേ അവിദഗ്ധർ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുകയാണ് ചെയ്തത്. അതിന് ഈ വിദഗ്ധരെ ഒരു മറയാക്കി മാറ്റി. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കുറച്ച് അവിദഗ്ധരും രാഷ്ട്രീയ ലക്ഷ്യമുള്ളവരുമായിട്ടുള്ള ആളുകൾ പൊടുന്നനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുന്നു എന്ന് വന്നതുപോലെ ഇന്നലെ കുറേ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. 4 വർഷമായിട്ട് ഈ പ്രോസസ്സ് മുഴുവൻ നടക്കുകയല്ലേ. ലക്ഷക്കണക്കിന് ആളുകൾ ഇൻവോൾവ് ചെയ്ത, കേരളത്തിൽ 1200 തദ്ദേശ സ്ഥാപനങ്ങൾ ഇൻവോൾവ് ചെയ്ത, ജനപ്രതിനിധികൾ മുഴുവൻ ഇൻവോൾവ് ചെയ്ത ഒരു പ്രോസസ്സ് 4 വർഷമായിട്ട് നടക്കുകയാണ്. അപ്പോൾ വിദഗ്ധരെന്തെടുക്കുകയായിരുന്നു? ഇത് സംബന്ധിച്ച് എത്രയോ രേഖകളും റിപ്പോർട്ടുകളും ഇടക്കാല റിപ്പോർട്ടും ഒക്കെ പുറത്തിറങ്ങിയല്ലോ. എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടല്ലേ ഗവൺമെൻറ് ചെയ്തത്. ഏതെങ്കിലും കാര്യം പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ലാത്തതുണ്ടോ? ഇവർക്ക് ആർക്കും ലഭ്യമാകുമായിരുന്നല്ലോ. ഇപ്പോൾ അവർ ചോദിക്കുന്നു റിപ്പോർട്ട് എന്താ പ്രസിദ്ധീകരിക്കാത്തത്? ഇന്ന് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. ഇപ്പം അത് മാത്രമായി ഇന്നലത്തോടുകൂടി അവരുടെ ചോദ്യം. അപ്പോൾ ഈ 4 വർഷം വിദഗ്ധർ എക്കണോമിക് റിവ്യൂ എങ്കിലും വായിച്ചു നോക്കണ്ടേ? എക്കണോമിക് റിവ്യൂവിൽ ഇത് കഴിഞ്ഞ് 22, 23, 24 എല്ലാം വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ഒരു ഇടക്കാല റിപ്പോർട്ട് 2023 പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിനെ നടപ്പാക്കുന്നത് സംബന്ധിച്ച്. അപ്പോൾ ഒരു രേഖയും പരിശോധിക്കാതെ സാധാരണ വിദഗ്ധർ എന്ന് പറയുമ്പോൾ നമ്മളെന്താ വിദഗ്ധാഭിപ്രായം പറയുന്നവരാണ്. വിദഗ്ധാഭിപ്രായം കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയും പറയാണ്. അപ്പോൾ ഇവർ അതിന് കഴിവില്ലാത്തവരൊന്നും അല്ല കേട്ടോ. ഇവരെല്ലാം നേരത്തെ പറഞ്ഞ പലരും വലിയ പണ്ഡിതർ തന്നെയാണ്. പക്ഷേ അവരെ മറ്റാരോ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ ഉപയോഗിച്ചു എന്ന് വേണം സംശയിക്കാൻ. അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിച്ചു. പിന്നെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന അതിനേക്കാൾ വലിയ തമാശയാണ്. ഇതേ ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നു. പ്രതിപക്ഷ നേതാവൊക്കെ കഴിഞ്ഞ് 4-4.5 കൊല്ലമായിട്ട് നിയമസഭയിൽ ഇരിക്കില്ലേ? ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ചോദ്യം നിയമസഭയിൽ ഈ പറഞ്ഞ ആക്ഷേപങ്ങളോ വിമർശനങ്ങളോ ഉന്നയിച്ചിട്ടുണ്ടോ? ആശങ്കകളോ സംശയമോ ഉന്നയിച്ചിട്ടുണ്ടോ? നിയമസഭയേക്കാൾ വലിയ വേദി ഏതാണ് അവർക്ക്? ഇപ്പോൾ പത്രസമ്മേളനം നടത്തി ഇന്നലെയാണോ പറയുന്നത്? ഇന്നലെയാണോ സർക്കാർ ഇത് പ്രഖ്യാപിച്ചത്? ഇന്നലെയല്ലല്ലോ, 4 കൊല്ലം മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതല്ലേ. ഇപ്പോൾ പറയാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണെന്ന്. 4 കൊല്ലം മുമ്പ് 2021 മെയ് മാസത്തിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്ത് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ നവംബറിൽ വരുന്ന കണക്കാക്കിയിട്ടാണോ?
അല്ലെങ്കിൽ ഡിസംബറിൽ വരുമെന്ന് കണക്കാക്കിയിട്ടാണോ? അപ്പോൾ പരിഹാസ്യമാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. ഞാനൊരൊറ്റ കാര്യം പറയുന്നുള്ളൂ. പ്രതിപക്ഷ നേതാവ് സ്വന്തം പാർട്ടിയും മുന്നണിയും ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ കൂടി നടത്തിയ പ്രവർത്തനത്തെ ഇപ്പോൾ തള്ളിപ്പറയുകയാണ്. അതിനെ കൂടി ഇപ്പോൾ ഒറ്റയടിക്ക് അവരെയും തള്ളിപ്പറയുകയും ഇന്നു അവരും കള്ളക്കണക്കുണ്ടാക്കിയവരാണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ ചേരാനല്ലൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ പോയി പ്രഖ്യാപിച്ചത് അതിദാരിദ്ര്യമുക്തമായി എന്ന്. അത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ്. ഞാനത് പ്രഖ്യാപിക്കുമ്പോൾ ആ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ വേദിയിൽ കോൺഗ്രസ് MLA ശ്രീ TJ വിനോദുണ്ട്, കോൺഗ്രസ് MP ശ്രീ ഹൈബി ഈട്ടനുണ്ട്. അവർ രണ്ടുപേരും കൈയടിച്ചാണ് ആ പ്രഖ്യാപനത്തെ വരവേറ്റത്. അവർക്കാർക്കും അപ്പോഴും സംശയങ്ങളൊന്നുമില്ല. പ്രതിപക്ഷ നേതാവിന് ഇന്നലെ വരെ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യമുള്ളത് പ്രതിപക്ഷത്തിനാണ് കാര്യത്തിൽ. തീർച്ചയായും ഇനിയിപ്പോൾ വലിയൊരു വെല്ലുവിളിയിലൂടെയാണ് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയുള്ള വെല്ലുവിളി എങ്ങനെ ഇവരെ ഈ രീതിയിൽ ജീവിത നിലവാരത്തിൽ നിലനിർത്തി പോകും എന്നുള്ളതാണ്. ഈ 64,006 കുടുംബങ്ങളെ കണ്ടെത്തിയതിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അതിനേക്കാൾ വലിയ വെല്ലുവിളിയല്ല ഈ നേട്ടം നിലനിർത്തുക എന്നത്. തീർച്ചയായിട്ടും അതിനുള്ള തുടർ പ്രവർത്തനം ഉണ്ടാവും. തുടർ പ്രവർത്തനം വൈകാതെ തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിക്കും. തീർച്ചയായും ഇന്നത്തെ ഈ പരിപാടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം, അതോടൊപ്പം തന്നെ നിയമസഭ, അതിന്റെ ഒരു കാര്യപരിപാടി എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? അതോടുകൂടി ഞാൻ ഫ്രീ ആക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ആശയം മുന്നോട്ട് വെച്ച, ക്യാബിനറ്റിൽ തീരുമാനമാക്കാൻ നേതൃത്വം കൊടുത്ത, കഴിഞ്ഞ 4 കൊല്ലം ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വപരമായ പങ്കുവഹിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംബ്ലിയിൽ ഈ ചരിത്ര നേട്ടം പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പ്രഖ്യാപനം നടത്തും.